കുറച്ചൊരു ക്ലീനിങ് എല്ലാ സൈഡും ചുരത്തിൽ കൊറേ ഈ പമ്പേഴ്സ് ആ സൈഡ് പൊറിക്കാതാ. ഇത് കണ്ട മക്കളെ, അത് ഫുള്ളായിട്ട് പമ്പേഴ്സ് ആണ്. കണ്ടില്ലേ വിശേഷം? സുഹൃത്തുക്കളെ, അന്ന് നമ്മൾ ആ റീൽസ് എടുത്തതിൻ്റെ ശേഷമുള്ള ബാക്കി വിഷ്വലായിട്ട് നിങ്ങൾ കാണാൻ പോണ്. അന്ന് ചില ആളുകളൊക്കെ പറഞ്ഞു റീൽസ് എടുത്തതിൻ്റെ ശേഷം ഞങ്ങൾ റീൽസിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്ലാസ്റ്റിക് പൊറുക്കിയതാണെന്ന്. പക്ഷേ റീൽസ് ഞങ്ങളെ പ്ലാസ്റ്റിക് പൊറുക്കണതിൻ്റെ ചെറിയൊരു ഭാഗം ഒരു ബോധവൽക്കരണം എന്നുള്ള നിലക്കെടുത്തതാണ്. അതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഊർജിതമായി പ്ലാസ്റ്റിക് പൊറുക്കിയ വീഡിയോ അന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങളന്ന് 1 കിലോമീറ്ററിൻ്റെ ചോടേ പൊറുക്കിയിട്ടുള്ളൂ കേട്ടോ. ആ റോഡിൻ്റെ സൈഡിൽ നിന്ന് മാത്രം ഞങ്ങൾക്ക് 2 ചാക്ക് ടമ്പറായിട്ട് നിറച്ചിട്ട് 2 ചാക്ക് വേസ്റ്റ് കിട്ടി. അപ്പോൾ വണ്ടിക്കാരൊന്നും ഇത് ഇടരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പിന് വേണ്ടിയിട്ടാണ് അന്ന് ആ റീൽസ് ചെയ്തത്. കുറച്ചൊരു ക്ലീനിങ് എല്ലാ സൈഡും ചുരത്തിൽ കുറേ ഈ പമ്പേഴ്സ് ആ സൈഡ് പൊറിക്കാതാ ക്ലീനാക്കി. താഴെയുള്ളതാ ഞങ്ങൾ ഇവിടുന്ന് മേലേക്ക് ഇന്ന് വോട്ട് വെച്ചില്ല. താഴെ ബ്ലോക്കല്ലേ, നമ്മൾ ചെന്നിട്ട് ഇഞ്ചിൻ ശല്യം വേണ്ട. ആ പുന്തിനുള്ളല്ലേ, അത് എടുക്കാൻ നോക്കണം. ഇന്ന് എടുക്കണം, നോക്കട്ടെ. അപ്പോൾ ആ സാറുമാർ പറഞ്ഞതേ ഈ 10-25-30 അടി താഴ്ചയുള്ള ഈ കുണ്ടുന്ന് ഈ പ്ലാസ്റ്റിക് പൊറുക്കാൻ പറ്റുമെന്നാ. നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. അതിൻ്റെ ശേഷം ഞാൻ നോക്കുമ്പോൾ ഭയങ്കര കുണ്ടാണത്. നമ്മളെ കൊണ്ട് കഴിയുന്നത് ആ റോഡ് സൈഡിൽ ഇതാ വണ്ടിക്കാർ ഭക്ഷണം കഴിക്കാനും മറ്റും മൂത്രം കഴിക്കാനും എന്നൊക്കെ പറഞ്ഞ് നിർത്തിയാണ്ട് പമ്പേഴ്സും മറ്റുമൊക്കെ കൊണ്ടുവന്ന് എറിയാണ്. അപ്പോൾ അങ്ങനെ എറിഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ടാണ് നല്ല പൊറുക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ചുരത്തിലെ വേസ്റ്റ് എത്ര പൊറിക്കാനും തീരില്ല എന്നുള്ളതാണ് ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. താഴേക്ക് പാളിയൊക്കെയപ്പോൾ ഈറ് പിടിച്ചാണ്ടേ റോട്ടിലേക്ക് എറിഞ്ഞ് പോരുന്നിട്ടാരും. ഇതൊക്കെ മഹാമോശമാണ് ഈ പരിപാടികൾ. അടച്ചു പൊപ്പിച്ചില്ല. സാധാരണഗതിയിൽ മക്കളെ ഈ ചുരത്തിൽ ഇത്ര പ്ലാസ്റ്റിക് വരുന്നത് എന്താ വെച്ചാൽ ഇന്നൊക്കെ നല്ല ബ്ലോക്കാണ്. ഇന്ന് ഈ ക്രിസ്മസ് ദിവസമൊക്കെ ആയിട്ട് നല്ല ബ്ലോക്കാണ്. അപ്പോൾ ഒരു വണ്ടിയിൽ നിന്ന് വെള്ളം കുടിച്ച് ഒരു കുപ്പി എറിഞ്ഞാൽ മതി. അങ്ങനെ ചെറുതുള്ളി പരിവെള്ളം എന്ന് പറഞ്ഞ മാതിരി ഇഷ്ടംപോലെ പ്ലാസ്റ്റിക്കുകൾ ഇവിടെ വന്ന് അടിഞ്ഞു കൂടുകയാണ്. അപ്പോൾ ചുരം നമ്മൾ തന്നെ നാസാക്കണത്. ഇനി എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ കാണുന്ന പ്ലാസ്റ്റിക് പൊറുക്കി കാണുന്നത് വൃത്തിയാക്കാന്നല്ലാതെ. ഇത് കണ്ടില്ലേ, വീട്ടിൽ ഉപയോഗിക്കുന്ന ചവിട്ടിയാണിത്. ആ വണ്ടി കൊടുന്നാണ്ട് വല്ലാണ്ട് തട്ടിപ്പോയിക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയണത് ചാക്ക്, കുപ്പായങ്ങൾ, ഡ്രസ്സ്, അത് ഇതോ എല്ലാം ഉണ്ട്. പമ്പേഴ്സിൻ്റെ ചാക്ക് കെട്ടാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മളെ വീട്ടിൽ നിന്നാണ് ഒഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ളതാണ് ചില ആളുകളുടെ ധാരണ. വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും പോകുമ്പോൾ ഡെയിലി ആഴ്ചത്തെ പ്ലാസ്റ്റിക്കും അത് ഇതും പമ്പേഴ്സും ഒക്കെ എടുത്ത് വെച്ചാണ്ട് വണ്ടി വല്ല സൈഡാക്കി മൂത്രം ഒഴിക്കാനോ വെള്ളം കുടിക്കാനോ എന്നുള്ള കോലത്തിൽ നിർത്തിയിട്ട് ഒറ്റയറ. ഈ പമ്പേഴ്സ് ആ മൂത്രം നിറഞ്ഞ അതേ കോലത്തിൽ കവറിൽ ഒന്നായിട്ട് കൊടുത്തുകൊണ്ട് എറിയാണ്. ഇതൊക്കെ നമുക്ക് ആരും പറഞ്ഞു തരാതെ സ്വന്തം ചിന്തിച്ച് ചെയ്യേണ്ട കാര്യം കേട്ടോ. കുരങ്ങനെ തിന്നാൻ കിട്ടാത്ത ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഇതിൻ്റെ അധികാരികൾ ഈ ചുരത്തിലുള്ള ഈ ബോക്സ് ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് ഒരു അപേക്ഷ ഉണ്ട് കേട്ടോ. ഇത് കണ്ട മക്കളെ, അത് ഫുള്ളായിട്ട് പമ്പേഴ്സാണ്. കണ്ടില്ലേ, ഇതൊക്കെ കുരങ്ങെടുക്കാണ്ട് പുറത്ത് കിട്ടാനായി. കുരങ്ങ് എങ്ങനെ പുറത്തിടാതെ സുഹൃത്തുക്കളെ? അതിൻ്റെ അടിയിലൊരു ഡോറ് കണ്ടില്ല, അത് തുറന്ന് ടൈറ്റായി, ഇഞ്ചസൊക്കെ നനഞ്ഞ് ടൈറ്റായി നിൽക്കുകയാണ്. അതിനാ ഏറെ പ്രയാസപ്പെട്ട അമർത്തി അടച്ചത്. അപ്പോൾ ഇത് വാരാൻ വരുന്ന തൊഴിലാളികളോ ഇനി അധികൃതരോ ആരായാലും ആ ഡോറൊന്ന് സെറ്റാക്കി താഴേക്കൊന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞത് കുരങ്ങന്മാർ മേലെ കൂടെ വലിച്ചിടുന്നതിന് കുറേ കുറവുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലാണ് ഈ ചാക്കും കാര്യങ്ങളൊക്കെ കൂടെ നിക്ഷേപിച്ച് കേട്ടോ. അപ്പോൾ ആ ടൈറ്റുള്ള ഡോറ് കണ്ടില്ല, അതാരാണ് തുറന്ന് വെച്ചതെന്നറിയില്ല. കുരങ്ങന്മാർക്കൊന്നും പൊക്കാൻ കഴിയില്ല. നല്ല ടൈറ്റാണ്, ഇഞ്ചസ് നനഞ്ഞ് തുരുമ്പിടിച്ചിട്ട് നല്ല ടൈറ്റാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ മൊത്തം വലിച്ചിട്ടാണ് ഈ താഴെ കുണ്ടിങ്ങനെ വൃത്തികേടാണത്. മാത്രമല്ല താഴെ കുണ്ടിലേക്ക് വലിച്ചെറിയരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഈ ബോക്സ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആരും ഈ ബോക്സിൽ പോലും വേസ്റ്റ് ഇടുന്ന രീതിയിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് സാധനം കൊണ്ടുവരാതൊക്കെ. അപ്പോൾ വണ്ടിയിൽ വെച്ച് വീട്ടിൽ തന്നെ കൊണ്ടുപോയിട്ട് അത് അവിടെ സുരക്ഷിതമായി ഇടുക. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനലൊക്കെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.